ഹലോ, എബീസ് വേൾഡിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വീട്ടിൽ നിന്നതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ശനിയാഴ്ചയാണ് ഞങ്ങൾ വീട്ടിലോട്ട് എത്തിയത്. ഇത് ഞായറാഴ്ച എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റുള്ള ഒരു കാര്യമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോസും അങ്ങനെ രാവിലെ ഒന്നും എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ ഇച്ചിരി ലേറ്റായിട്ടാണ് എഴുന്നേറ്റതും. കാരണം വീട്ടിൽ പോകുന്ന സമയത്തൊക്കെ എനിക്ക് ഇച്ചിരി ഒന്ന് കിടന്ന് ഉറങ്ങുന്ന സമയം. അതുകൊണ്ട് തന്നെ അത് കൂടുതലായിട്ടും വിനിയോഗിക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഇച്ചിരി നേരം കൂടെ കിടന്നൊന്ന് ഉറങ്ങും. അപ്പോൾ പള്ളിയിൽ നമുക്ക് 9:30 എത്തണം. അതിന് തൊട്ട് മുന്നേട്ട് തന്നെ എഴുതിക്കും കേട്ടോ. എഴുന്നേറ്റ് പെട്ടെന്ന് ചായയൊക്കെ കുടിച്ചു പിന്നെ പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അതൊക്കെയാണ് പതിവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ അതിനായിട്ട് ഞാൻ മുകളിലാണ്, നമുക്ക് മുകളിലൊരു നില കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെയാണ് കുളിക്കാനൊക്കെ ആയിട്ട് ഞാൻ പോകുന്നത്. അപ്പം അവിടെ നിന്ന് മിക്കൂനെ എടുത്തിട്ടുണ്ട് ഞാൻ താഴോട്ട് വന്നിട്ട്. അപ്പോൾ ഞാൻ കുളിച്ച് ഇറങ്ങി വന്ന സമയത്തേക്കും അവനും എഴുന്നേറ്റു. ആ സമയത്ത് ടോമി പറഞ്ഞു ഇവനെ കൊണ്ട് താഴോട്ട് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും മിക്കുകുട്ടനും കൂടെ താഴോട്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ചേട്ടനാണ് പള്ളിയിൽ പോകാനായിട്ട് കുളിക്കാനായിട്ട് പോകാൻ വേണ്ടി ചേട്ടനും അവിടെ കിടപ്പുണ്ടായിരുന്നു. ആ സമയത്ത് മിക്കുവിനെയും കൂടെ കുറച്ച് നേരം ഒന്ന് അടുത്ത് കിടത്തി കേട്ടോ. കാരണം ഞങ്ങൾ ഇന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണല്ലോ. ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നത് മാത്രമല്ല, പള്ളി ആരാധന കഴിഞ്ഞ ഉടൻ തന്നെ അഞ്ജുവും ടോമിയും മിക്കുവും കൂടെ അവളുടെ വീട്ടിലോട്ട് പോകും കേട്ടോ. എന്ന് വെച്ചാൽ അവളുടെ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അവരിന്നാണ് വിരുന്നിന് ആദ്യമായിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ വിരുന്ന് പോകുമല്ലോ. അത് പോകുന്നൊരു ചടങ്ങ് ഇന്നാണ് നടത്തുന്നത്. അതുകൊണ്ട് അവർ പള്ളി ആരാധന കഴിഞ്ഞ ഉടൻ തന്നെ പോകും. അപ്പോൾ എന്തായാലും മാക്സിമം എൻ്റെ മിക്കുവിൻ്റെ കൂടെ ഒന്ന് ചിലവഴിച്ചിട്ട് പള്ളിയിലോട്ട് ഇറങ്ങാമെന്ന് കരുതി. അതുകൊണ്ട് ഞാനാണ് പോയി ആദ്യം കുളിച്ചത് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പിന്നെ അവനെ എടുത്ത് ഞങ്ങളുടെ അടുത്ത് തന്നെ വന്ന് കിടന്നു കേട്ടോ. അപ്പോൾ ഇപ്പം മിക്കുവും മാമനും ഒക്കെ നല്ല ഒരു കൂട്ടായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇനി വലുതാവുമ്പോൾ എങ്ങനെയാണ് എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ അവർ തമ്മിൽ നല്ലൊരു കൂട്ടാണ്. ചേട്ടൻ വിളിച്ച ഉടൻ തന്നെ പോകും. പിന്നെ അതുമല്ല അവനങ്ങനെ ഇപ്പം ആരെങ്കിലും വിളിച്ചാൽ ഉടൻ തിരിഞ്ഞ് കരഞ്ഞ് മാറുന്ന ആ ഒരു പ്രായമല്ലല്ലോ. അവനിപ്പോൾ ആര് വിളിച്ചാലും അവരുടെ തൊട്ട് അങ്ങ് ചാഞ്ഞു പോകും. അങ്ങനെ ഒരു സ്വഭാവം കൂടെയാണ്. അപ്പോൾ കുറേ നേരം വരെ അവനുമായിട്ട് കിടന്ന് കളിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും എബിയും വന്നു കുളിയൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ എബിയെ നോക്കിയുള്ള ഒരു കിടപ്പായിരുന്നു കേട്ടോ. അവനിങ്ങനെ എബിയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് എബിയുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അവൻ ഇങ്ങനെ എബിയെ തന്നെ ഇങ്ങനെ നോക്കി കിടക്കും. അങ്ങനെ പെട്ടെന്നൊന്നും ആൾ ചിരിക്കത്തില്ല. പക്ഷെ ചിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. വലുതായിട്ട് പെട്ടെന്ന് അങ്ങനെ ചിരിക്കില്ല. കുറേ നേരം വരെ അവനിങ്ങനെ ആൾക്കാരെ തന്നെ നോക്കി കിടക്കും. അതൊക്കെയാണ് പതിവ്. എന്നാൽ വലിയ കരച്ചിലോ ശല്യമോ പിണക്കമോ അങ്ങനെയുള്ള ഒരു കാര്യവും അവന് ഇല്ല. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കണം കണ്ടുകൊണ്ട് അങ്ങ് മിണ്ടാതെ കിടക്കുകയാണ് ആശ കേട്ടോ. അതുപോലെ ഭയങ്കര ചിരിയായിരുന്നു എബിയുടെ കൂട്ടത്തൂടെ കിടന്നിട്ട്. പെട്ടെന്ന് വീഡിയോ എടുക്കുന്ന കണ്ടതും അവനങ്ങ് പെട്ടെന്ന് സൈലൻ്റായിട്ട് തന്നെ കിടന്നു കേട്ടോ. അപ്പോൾ ഇത് 5 മീഷോന്ന് അവന് വാങ്ങിയതായിരുന്നു കേട്ടോ. 3 സെറ്റായിട്ട്. തലേ ദിവസം ശനിയാഴ്ചയാണ് വന്നത്. അപ്പോൾ അന്ന് തന്നെ രാത്രി അവൻ ഇട്ട് കൊടുത്തു. നല്ല മഴയും തണുപ്പും ഒക്കെ ആയതുകൊണ്ട് തന്നെ അവൻ അപ്പോഴും തന്നെ അത് ഇട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതുപോലെ ഞായറാഴ്ച ദിവസം എബിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് തന്നെയാണ് അമ്മ വെച്ചത്. പൂരിയും ബീഫ് കറിയായിട്ട് വെച്ച് കേട്ടോ. എബിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞായറാഴ്ച ദിവസം ബീഫ് എടുക്കുന്ന ദിവസം കൂടെ ആയതുകൊണ്ട് അങ്ങനെ തന്നെ വാങ്ങി. പിന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും മിക്കും കൂടെ ഒരുമിച്ചാണ് പള്ളിയിലോട്ട് പോയത്. അമ്മയും എബിയും ഒരു കുടയിലാണ് പോയത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് എത്തി. കാരണം ഞാൻ പറഞ്ഞില്ലേ അഞ്ജുന്ന് അവളുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലോട്ട് വന്നതിന് ശേഷം എന്തൊക്കെ കഴിച്ചെന്ന് തോന്നുന്നു. ആ സമയത്ത് ഞാൻ എത്തിയില്ല. അവനെ ഉറക്കാൻ നോക്കിയിട്ട് അവൻ ഉറങ്ങിയില്ല കേട്ടോ. പിന്നെ എന്തായാലും നിന്ന് താമസിക്കുന്നു കരുതിയിട്ട് അവനുമായിട്ട് പോവുകയാണ്. ഭാഗ്യത്തിന് അവർ പോകുന്ന സമയത്ത് നല്ല വെയിലുള്ളത് കൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും കൂടെ ഇനി അവളുടെ വീട്ടിലോട്ട് പോവുകയാണ്. എനിക്കെന്തോ ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ഞാൻ വിചാരിച്ചു ഞാൻ പോയതിന് ശേഷം പോയെങ്കിൽ എനിക്ക് അത്ര വിഷമം വരില്ല. പക്ഷേ ഇതിപ്പോൾ നമ്മൾ നിന്നപ്പോഴേ അവനെയും കൊണ്ട് പോയ സമയത്ത് എനിക്ക് ഇച്ചിരി വിഷമം തോന്നി കേട്ടോ. കാരണം വല്ലപ്പോഴൊക്കെയാണല്ലോ അവനെ ഒന്നിങ്ങനെ കാണാനായിട്ട് കിട്ടുന്നത്. ആ സമയത്ത് നമ്മളിവിടെ അവനെ കാണാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് അവൻ പോയപ്പോൾ എനിക്ക് ഇച്ചിരി വിഷമം തോന്നി. പിന്നെ എന്തായാലും ഒരു മണിക്കൂറിനകത്ത് തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് അങ്ങ് തിരിച്ചായിരുന്നു കേട്ടോ. അധികം ഒരുപാട് നേരമൊന്നും അവിടെ ഇരുന്നിട്ടും ഉണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എൽസയൊക്കെ കുളിപ്പിച്ചിട്ട് വലിയമ്മ അവളെ വെച്ചിട്ട് അങ്ങനെ കിടക്കുകയാണ് കേട്ടോ. കണ്ട വല്യമ്മ എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് അതുപോലെ ചിരിക്കുന്നുണ്ട് ആശാത്തി. കുളിക്കാൻ സമയത്ത് അയ്യോ എന്തോ ഒരു കരച്ചിലാണെന്ന് അറിയാമോ. ഇവള് ഭയങ്കര കരച്ചിലാണ് കുളിക്കുന്ന ആ ഒരു സമയത്ത്. എന്തായാലും കുളിച്ച് കഴിഞ്ഞ ശേഷമാണ് വല്യമ്മ എത്തിയത്. അപ്പോൾ വല്യമ്മ എത്തിയതിന് ശേഷം കുറേ നേരം വരെ അവളെയും വെച്ചിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ ഞാനും കാവ്യയും കുഞ്ഞമ്മയും കൂടെ അങ്ങനെ കുറേ നേരം വരെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അതായത് അപ്പൂപ്പൻ കിടന്ന മുറിയാണ് കേട്ടോ. ഇപ്പോൾ ആ മുറിയിൽ ഇങ്ങനെ അധികം ആരും ഉപയോഗിക്കുന്നതുമില്ല. അവരെ തുണികളും കാര്യങ്ങളൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട്
മഴ പെയ്തപ്പോൾ ആ സൈഡൊന്ന് ഫുള്ളായിട്ട് നനയാനും തുടങ്ങി. പിന്നെ ചേട്ടനും കൊച്ചനും ടോണിയും കൂടെ ചേർന്നിട്ട് അവിടുത്തെ ഷീറ്റൊക്കെ മാറ്റി പുതിയ ഷീറ്റൊക്കെ ഇട്ട് കേട്ടോ. പിന്നീട് കുഞ്ഞമ്മ എല്ലാവർക്കും വേണ്ടിയിട്ട് പായസം വെച്ചായിരുന്നു. നല്ല ഗോതമ്പ് പായസം വെച്ചായിരുന്നു. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ കുഞ്ഞമ്മ വെക്കുന്ന സമയത്ത് ഒട്ടും മധുരം കാണാറില്ല. കുഞ്ഞമ്മയ്ക്ക് അങ്ങനെ അധികം മധുരമൊന്നും ഇഷ്ടമില്ല, അതുകൊണ്ട് മധുരം കാണാറില്ല. പക്ഷേ ഇപ്രാവശ്യം നല്ല മധുരമായിരുന്നു കേട്ടോ പായസം. പായസമൊക്കെ കുടിച്ച് കുറേ നേരം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞങ്ങൾ ഫുഡും കഴിച്ചോട്ടം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഈ ഒരു പൂ നിങ്ങൾക്ക് അറിയാമോ? കണ്ണാന്തളി പൂവ്. ഇതൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. മുമ്പ് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ഇതിൻ്റെ പേര് പോലും മനസ്സിലാക്കിയിരുന്നത്. നമുക്കപ്പോൾ ഈ ഒരു പൂവിൻ്റെ പേര് പഠിക്കാനുണ്ടായിരുന്നു, കണ്ണാന്തളി പൂവ്. ആ സമയത്ത് ആ ടീച്ചർ പെട്ടെന്ന്, ഞാൻ ട്യൂഷൻ സെൻറ്ററിലായിരുന്നു കേട്ടോ ആ സമയത്ത്, ഈ ഒരു പേര് പറയാൻ വേണ്ടിയിട്ട് ടീച്ചർ എനിക്ക് പറഞ്ഞു തന്നത് നമ്മുടെ രസതന്ത്രം സിനിമയിൽ കണ്ണാന്തളി പൂക്കൾ കണി വയ്ക്കാനെത്തും ആ ഒരു വരിയുണ്ടല്ലോ, ആ വരിയൊക്കെ പറഞ്ഞു തന്നിട്ടാണ് ടീച്ചർ അങ്ങനെയൊക്കെ പഠിപ്പിച്ചു തന്നെ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലെത്തിയതിന് ശേഷം കണ്ടോ, ഇത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി പാട്ട് പാടിയൊക്കെ കുറച്ച് ഷോർട്സ് വീഡിയോ ഒക്കെ ഇടണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് ഞാൻ പാടുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ ഒന്ന് പാടി നോക്കിയതാണ് കേട്ടോ. എനിക്കിങ്ങനെ ചിരി വരും ചില സമയത്ത് ഞാനിങ്ങനെ പാടുമ്പോൾ. പക്ഷെ പാട്ട് പാടിയതൊക്കെ ചേട്ടനും എബിയായിരിക്കും എനിക്ക് എപ്പോഴും പറഞ്ഞു തരുന്നത്, കൊള്ളാമോ ഇല്ലെന്നൊക്കെ പറഞ്ഞു തരും. അപ്പോൾ എന്തായാലും പാട്ട് പാടിയപ്പോൾ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 1-2 പാട്ടൊക്കെ ഇൻസ്റ്റയിൽ തന്നെ ഇടുന്നുണ്ട്. ഒരുപാട് സപ്പോർട്ടും കിട്ടുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോയും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടാവണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.